ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരുക്കുന്ന മായിക കാഴ്ചകൾക്കപ്പുറം ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ശേഷിപ്പുകളാണ് ഈജിപ്ഷ്യൻ പവലിയന്റെ സവിശേഷത. ക്രിസ്തുവിന് മുൻപും ശേഷവും ഈജിപ്ത് എങ്ങനെയായിരുന്നുവെന്ന് ഈ പവലിയൻ പറയുന്നു. ഗ്ലോബൽ വില്ലേജിൽ മറ്റു രാജ്യങ്ങളുടെ പവലിയനുകൾ പോലെ തന്നെയാണ് ആദ്യ കാഴ്ചയിൽ ഈജിപ്തും പ്രത്യക്ഷപ്പെടുക. പപ്പിറസ് ചിത്രങ്ങളും ശില്പങ്ങളും വസ്ത്രശേഖരങ്ങളുമെല്ലാമായി ഒരു സാംസ്കാരിക കാഴ്ച. എന്നാൽ ഇതിനപ്പുറം ചരിത്രത്തിന്റെ ഒരു ഉൾക്കാഴ്ച കൂടി ഈജിപ്ത് ഒരുക്കുന്നുണ്ട്. നൈൽ നദീതടത്തിൽ ഉത്ഭവിച്ച ഒരു സംസ്കാരം ലോകത്തിന് സമ്മാനിച്ച സംഭാവനകളുടെ അടയാളങ്ങളാണ് പവലിയനിലെ മ്യൂസിയം സമ്മാനിക്കുന്നത്. ശിലായുഗത്തിലും ലോഹയുഗത്തിലുമെല്ലാമായി ഈജിപ്തിനെ സാംസ്കാരികതയിലേക്ക് നയിച്ച നായകന്മാരുടെ ശില്പങ്ങളാണ് ആദ്യം. ഇതിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നത് തുത്തുങ്കാമൻ തന്നെ. തെക്കൻ ഈജിപ്തിലെ ശിലാക്ഷേത്രങ്ങളും പിരമിഡുകളും സമൃദ്ധമായ ഒരു സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ്. വാസ്തുവിദ്യയിൽ ഈജിപ്തിനുണ്ടായിരുന്ന പെരുമയും ഇവ ഓർമ്മപ്പെടുത്തുന്നു. ഈജിപ്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരിയായ നെഫ്രിദി രാജ്ഞിയുടെ ശില്പങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള പഠനത്തിന് ഏറെ സഹായിക്കുന്ന മമ്മികളാണ് മറ്റൊരു കാഴ്ച. കേവലമായ ഒരു ഷോപ്പിംഗ് അനുഭവത്തിനപ്പുറം ഒരു സാംസ്കാരികതയെ അടുത്തറിയാനുള്ള അവസരമാണ് ഈജിപ്ഷ്യൻ പവലിയൻ നൽകുന്നത്. 13ഉം 14ഉം നൂറ്റാണ്ടുകളിൽ ലോകം എങ്ങനെയായിരുന്നു എന്നറിയാൻ ഈ പവലിയനിൽ എത്തണം. ഈജിപ്ഷ്യൻ പവലിയനിൽ നിന്നും ക്യാമറാമാൻ ശ്രീജിത്ത് ലാലിനൊപ്പം സുരേഷ് വെളിമുറ്റം, റിപ്പോർട്ടർ.